ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 വിഷു ഫലം. അത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ, ദൈവാധീനം, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1, അതായത് 2026 ഏപ്രിൽ മാസം 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയും സുരഭികരണവും ശുഭ്രനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്നു. അതിന് മേട സംക്രമം എന്നാണ് പറയുന്നത്, വിഷു സംക്രമം. ആ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷുഫലം പറയുന്നത്. അത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എത്രമാത്രം അനുകൂലമായിരിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിച്ചതിൽ ഞാൻ ഈ പറയുന്ന ഈ കാര്യം ഗോചരഫലങ്ങളെയോ മറ്റ് ജാതക ഫലങ്ങളെയോ ഒന്നും വെച്ചുകൊണ്ടല്ല, ചില നിമിത്തങ്ങളും അതുപോലെ തന്നെ വിഷുവിൻ്റെ ഫലങ്ങളുമാണ്. ഈ വിഷുവിന് ശേഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള അഭിവൃദ്ധികൾ വന്നു ചേരും. അത് ഒരു വിഷു എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ഉത്രട്ടാതി ഈ നക്ഷത്രക്കാർക്ക് പ്രകൃതിയുമായിട്ട് ചില ബന്ധങ്ങളൊക്കെയുണ്ട്. പ്രകൃതി ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളം മഴ ലഭിക്കുന്ന ഒരു വർഷമായിട്ടാണ് വിഷുഫലം കണക്കാക്കുന്നത്. അത് വളരെ അനുകൂലമാണ്. അത് ഒരു നക്ഷത്രക്കാർക്ക് വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എങ്കിലും പൊതുവെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാര് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വളരെ അനുകൂലമായി. സസ്യലതാദികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ മറ്റ് കാര്യങ്ങൾ, വ്യാപാര വിപണന രംഗങ്ങളിലും സ്വന്തമായിട്ട് മറ്റുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഇവരെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അഭിവൃദ്ധികൾ വന്നു ചെയ്യും. അതായത് കഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ത്യാഗമനോഭാവത്തോടുകൂടി വേതനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇവർ പ്രവർത്തിക്കുന്നത്. നല്ല ഉത്സാഹികളുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. അങ്ങനെ നോക്കുമ്പോൾ ദീർഘനാളുകളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ച്, കഷ്ടത അനുഭവിച്ച്, മനോദുഃഖം ഉള്ള ഒരു വൻ ജനാവലി തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞു. ഉത്രട്ടാതി നക്ഷത്രത്തിൽ നല്ല രീതിയിലുള്ള ചില ജാതകാവസ്ഥ കൊണ്ടും മറ്റ് കുടുംബാംഗങ്ങളുടെയൊക്കെ സഹായവും ഒക്കെ കൊണ്ട് നല്ല സുഖലോലവുമായി ജീവിക്കുന്നവർ കാണാം. എന്നിരുന്നാലും വലിയ ഒരു ജനാവലി ഉത്രട്ടാതി നക്ഷത്രക്കാർ അതീവ ക്ലേശവും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് ഈ വിഷുവിന് ശേഷം ഒരു വ്യത്യാസം വന്നു. അതായത് അവർക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങും പ്രവർത്തന രംഗത്ത് സജ്ജമാകണം. അത് ഏത് രംഗവുമാകട്ടെ, ജോലി ചെയ്യുന്നവർ ഇന്ന ജോലി എന്ന് മാത്രം പറയാൻ പറ്റുകയില്ല. കൃഷികാര്യമായാലും മറ്റ് മൃഗസംരക്ഷണമോ മത്സ്യ സംരക്ഷണമോ വാഹന സംബന്ധമായ ജോലികളോ ഡിസൈനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, ഇന്റീരിയർ ഡിസൈൻ, എക്സ്റ്റീരിയർ ഡിസൈൻ, വാഹനങ്ങളുടെ ഡിസൈൻ, അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ ഡിസൈൻ, കെട്ടിടങ്ങളുടെ ഡിസൈനിങ് ഉണ്ട്. മറ്റ് ഗ്രാമങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, ചില പട്ടണങ്ങൾ ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, ട്രാഫിക് ഡിസൈനിങ് ഉണ്ട്. അങ്ങനെ പല രീതിയിലും നമുക്ക് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു ചെയ്യും. ഇവൻ്റ് മാനേജ്മെൻറ്റുകാരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും അവർക്കൊക്കെ വളരെ നല്ലതാണ്. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അനുകൂലമാണ്. ഒരു ബ്യൂട്ടി പാർലർ ജോലി ചെയ്യുന്നവർക്കായാലും വളരെ അനുകൂലമായിരിക്കുന്ന
സന്ദർഭമാണ് ഈ വിഷുഫലം കൊണ്ട് കാണുന്നത്. അത് സിനിമാക്കാരായാലും സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സ്റ്റേജ് പ്രോഗ്രാമുകൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. അതുപോലെ സ്വന്തം നാട് വിട്ടൊക്കെ നിൽക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന കാലം. മനസ്സിന് സന്തോഷമുള്ള കാലം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. മുൻകാലങ്ങളിലൊക്കെ വളരെയധികം മനക്ലേശവും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി നേടി നല്ല ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിനും പ്രവർത്തന ക്ഷമത ഉണ്ടാകുന്നതിനുമൊക്കെ സൂചനയുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ പറ്റും. അതിനുള്ള ദൈവാധീനമാണ് ആ വിഷുഫലം കൊണ്ട് കാണുന്നത്. അതുപോലെ പ്രായമായ മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് ഉപകാരം, ഗുണം വരിക, ഐശ്വര്യം വരിക, ഭാഗ്യം വന്നു ചേരുക. കൊച്ചുകുട്ടികൾക്കും പൊതുവെ നല്ല ഒരു കാലം. ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താന ഭാഗ്യം, അത് ദമ്പതികളായിട്ടുള്ളവർക്ക് ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് യോഗമുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യസമ്പൂർണമായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാർക്കായാലും മറ്റ് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. കരാറുടമ്പടികളിൽ വർക്കുകൾ ഏറ്റെടുത്ത് ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വളരെ നല്ലതാണ്. ഓരോരുത്തരുടെയും മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, അതായത് സ്വന്തമായ ജാതകം പരിശോധിക്കുന്നതിനും മുഹൂർത്തം നോക്കുന്നതിനോ പൊരുത്തം നോക്കുന്നതിനോ വിവാഹ പൊരുത്തം നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്